നിമിഷപ്രിയയ്ക്ക് ഇനിയും ഒരു ദിവസം കൂടി മാത്രമാണ് ആയുസ്. ആദരണീയനായ കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഇടപെടൽ ഫലം കാണട്ടെ എന്ന് നമ്മൾ എല്ലാം പ്രാർത്ഥിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് ഫലപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിൽ നാളെ ജൂലൈ 16 നിമിഷപ്രിയ വധിക്കപ്പെടും, അല്ലെങ്കിൽ ഹാങ് ചെയ്യപ്പെടും. ചില ആൾക്കാർ പറയുന്നത് യമനിലെ രീതി ഹാങ് ചെയ്യുകയല്ല, ഫയറിംഗ് സ്ക്വാഡിനെ വെച്ച് വെടിവെക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് നിമിഷപ്രിയയുടെ ജീവിതത്തിലൂടെയും കാന്തപുരത്തിന്റെ നന്മയുള്ള ഇടപെടലിനെയും കുറിച്ചും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും. നിമിഷപ്രിയ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിക്കുന്നത്. 1989 നിന്നാണ് ലഭ്യമായ എല്ലാ വിവരങ്ങളും നമുക്ക് നൽകുന്നത്. ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ സഹായത്തോടു കൂടിയാണ് അവർ നേഴ്സായി മാറിയത്. അതിനുശേഷം അവർ യമനിലേക്ക് പോവുകയും യമനിൽ അൽ അമൻ മെഡിക്കൽ ക്ലിനിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ പാർട്ട്ണർ തലാൽ അബ്ദോ മെഹദി എന്ന് പറയുന്ന അവിടുത്തെ ഒരു യമനി സിറ്റിസൺ ആയിരുന്നു. ആ മെഹദി എന്ന് പറയുന്ന വ്യക്തി ചില സാമ്പത്തിക തിരിമറികൾ നടത്തി നിമിഷയെ അല്ലെങ്കിൽ നിമിഷപ്രിയയെ ധാരാളം രീതിയിൽ ടോർച്ചർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ അവർ ആരോപണങ്ങളായി ഉന്നയിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അതിനുശേഷം ദൗർഭാഗ്യവശാൽ നിമിഷ വളരെ കടുംകൃത്യമായി ചെയ്ത് മഹദിയെ സെഡേറ്റീവ്സ് കൊണ്ട് കുത്തിവെക്കുകയും ആ ഓവർഡോസിൽ മഹദി മരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തെ തുണ്ടം തുണ്ടമാക്കി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പം വളരെ കഠിനമേറിയ ഒരു ക്രൂരകൃത്യം നിമിഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ അവർ അനുഭവിച്ച വേദനയും വിഷമവും ഒക്കെ കാരണം അവർ അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യമനി കോർട്ട് 2020 ഇവരെ സെന്റൻസ് ടു ഡെത്ത് ആണ് ചെയ്തത്. ഇപ്പോൾ 13 വയസ്സുള്ള ഒരു മകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അവരുടെ ഹസ്ബൻഡ് അടക്കം നമ്മുടെ നാട്ടിലുണ്ട്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഇതിനുവേണ്ടി ധാരാളം ശ്രമിക്കുന്നുണ്ട്. ബ്ലഡ് മണി കൊടുക്കുകയാണ് ഇതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നു. ഈ നെഗോസിയേഷൻ വർഷങ്ങളായി കൊണ്ടുപോകുന്നു. $40,000 അവർക്ക് റേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ $1 മില്യൺ ചോദിക്കുന്നതെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പല തർക്കങ്ങളും നിലനിൽപ്പുണ്ട്. ഒരു സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉണ്ട്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് ഏപ്രിൽ 2024 ട്രാവൽ ചെയ്തു. ആ നെഗോസിയേഷൻസ് മറ്റുമുണ്ട്. ഹസ്ബൻഡും ചെറിയ മോളും ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യക്ക് ഹൂതി കൺട്രോൾഡ് സന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ലിമിറ്റഡ് പ്രസൻസ് ആണ് ഉള്ളത്. അപ്പോൾ MEA പല രീതിയിൽ NGOs അടക്കമുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ അത് നടക്കുന്നില്ല. ഈ ബ്ലഡ് മണി കൊടുക്കുക മാത്രമാണ് ഓപ്ഷൻ എന്ന് പറയപ്പെടും. അവിടെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം അവർക്ക് ഇടപെടാൻ പരിമിതികൾ കാണും. ഓരോ രാജ്യത്തെ നിയമങ്ങളോ ഓരോന്നായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ പല ആൾക്കാരും ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ ഭാരതത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഇസ്ലാമിക പണ്ഡിതരിൽ ഒന്നാണ്. അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ മതകാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യവും മറ്റും ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മർക്കസിലൂടെ, അല്ലെങ്കിൽ മർക്കസ് നോളജ് സിറ്റി അടക്കം ഒരുപാട് പോസിറ്റീവ് ഇന്റർവെൻഷനിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക്, കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഐക്യശ്രമങ്ങളിലൂടെ ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെയോ മാനവ സൗഹാർദ്ദത്തിന്റെയോ ഒക്കെ ഡയമെൻഷൻസ് മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയാണ്. എല്ലാ സമുദായങ്ങൾക്കും ആദരണീയരായ ഒരു വ്യക്തിയാണ്. ശ്രീ കാന്തപുരത്തെ കുറിച്ച് ഒരു നന്മയുള്ള ഓർമ്മയും കൂടെ നമ്മൾ ഓർത്തെടുക്കേണ്ടത്, 2014 ഒരുപക്ഷെ ആദ്യ ഇന്ത്യൻ മുസ്ലിം സ്കോളറാണ് ഐസിസിനെതിരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുന്ന ആദ്യ സ്കോളേഴ്സിൽ ഒന്നാണ്. ഐസിസ് ഇസ്ലാമിനെതിരാണെന്നും ഇസ്ലാമിക തത്വങ്ങൾക്കെതിരാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ അതിശക്തമായി ഉയർത്തി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കും കേരളത്തിലെ ബാക്കി ഈ സെക്കുലർ പ്ലൂറലിസ്റ്റിക് സിവിൽ സൊസൈറ്റിക്ക് ആദരണീയ ഒരു വ്യക്തിയാണ്. കാന്തപുരത്തിന്റെ ഇടപെടൽ മഹത്തരമാണ്, നന്മയുള്ളതാണ്, മനുഷ്യത്വമുള്ളതാണ്. അത് വിജയിക്കുകയാണെങ്കിൽ അത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വലിയൊരു വിജയമായിരിക്കും. ഭഗവാൻ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും കാന്തപുരത്തിന്, ഈ കാന്തപുരം ഉസ്താദ് അവർക്ക് ഈ ഇടപെടലിന് നൽകട്ടെ. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ ഒരു പോസിറ്റീവായ നീക്കം ഉണ്ടാകട്ടെ. കാര്യം നിമിഷപ്രിയ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അതികഠിനമാണെന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കം ഉണ്ടാവില്ല. എന്നാൽ മാനുഷിക പരിഗണന വെച്ച് ആ ബ്ലഡ് മണി അടക്കമുള്ള കാര്യങ്ങൾ റേസ് ചെയ്യുമെങ്കിൽ അത് റേസ് ചെയ്തുകൊണ്ട് നിമിഷപ്രിയയെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാര്യം മകളുള്ളതാണ്, ഭർത്താവുള്ളതാണ്. ദൗർഭാഗ്യവശാൽ അവരുടെ ജീവിതത്തിന്റെ വേദനാജനകമായ അവസരങ്ങൾ കൊണ്ടായിരിക്കാം അവരെങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പൊ എന്തായാലും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള
കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാർ അവരുടെ എല്ലാവിധ ഇടപെടലുകളും വിജയം കാണട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ.